15-ാം അധ്യായം 17-ാമത്തെ വാക്യം. അപ്പോൾ ശൗമേൽ പറഞ്ഞത്, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കുകയും ഇസ്രായേലിന്റെ രാജാവായി നിന്നെ അഭിഷേകം. ഇവിടെ നിങ്ങളുടെ അകത്ത് നല്ലവണ്ണം അറിയണം, ഇവനെ സ്വന്തമായി എന്നാ അറിയാം. ഇവന്റെ കുലത്തിനകത്ത് നോക്കിയാലും ഇവന്റെ എല്ലാ യോഗ്യതയ്ക്കകത്ത് ഇവൻ നോക്കിയാൽ ഇവൻ എന്നാ പറഞ്ഞത്. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. 17-ാമത്തെ, അപ്പോൾ ശമൂവേൽ പറഞ്ഞു, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നു. ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രത്തിന് തലവനാക്കുവാനും ഇസ്രായേലിന്റെ രാജാവാക്കി അഭിഷേകം ചെയ്തില്ലയോ? അപ്പം നിന്റെ യോഗ്യതകൾ കൊണ്ടൊന്നുമല്ല എവിടെ വന്നത്, നീ രാജ്യത്തിന്റെ രാജാവാക്കിയ എന്നിന്റെ കൃപയാൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്തതുകൊണ്ടാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനകത്ത് നിങ്ങൾ അറിയണം, നിങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി എന്നാന്ന് തിരിച്ചറിയാതെ പോയാൽ, നിങ്ങളുടെ മേൽ ദൈവം പകർന്ന അഭിഷേകത്തിന്റെ ശക്തി എന്നാന്ന് തിരിച്ചറിയാതെ പോയാൽ ഒരു അനർത്ഥത്തിലേക്ക് ചെന്നെത്താൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 23-ാമത്തെ വാക്യം പറയുന്നു. 23 മത്സരം ആഭിചാര ദോഷം പോലെയും. 23-ാമത്തെ വാക്യം പറയുകയാണ്, മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജ പോലെയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് നിന്നെയും രാജസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പം ആത്മാവിനകത്ത് പിടി കിട്ടുന്നുണ്ടോ? യോഗ്യത ഇല്ലാത്തവനെ ദൈവം തമ്പുരാൻ അഭിഷേകത്തിന്റെ നിറവിൽ കൂടെ യോഗ്യതയിലേക്ക് കൊണ്ടുവന്നു. അവരുടെ കൈകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു, വീര്യപ്രവർത്തികൾ നടക്കുന്നു. ഇന്ന് ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ ഓർത്തോണം, നിന്നെ തമ്പുരാൻ പണ്ടേ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നു, രാജാവായിട്ടിരിക്കെ തന്നെ പ്രവാചകൻ വന്നിട്ട് വിളിച്ചു പറയുന്നു. ഇവിടെ പറയുന്ന പ്രവാചകൻ വിളിച്ചിട്ട് പറയുക, മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട്. ദൈവം പകരാഞ്ഞിട്ടല്ല, നിന്റെ ഭാവിയെ ദൈവം കാണാഞ്ഞിട്ടല്ല, നിന്റെ തലമുറയെ കാണാഞ്ഞിട്ടല്ല, പക്ഷെ ദൈവത്തെ ആരാധിക്കേണ്ട പോലെ ആരാധിക്കാതെയും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ഇന്ന് മാറിയിരുത്തുണ്ടെങ്കിൽ ഓർത്തോണം, നിന്റെ ആരാധനയോ നീ ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കാതിരുന്നാൽ തമ്പുരാൻ നിന്നെ തള്ളിക്കളയുന്ന കാലം വിദൂരമല്ല. ഇവിടെ പറയുന്നു, വചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവൻ നിന്നെ രാജസ്ഥാനത്തിൽ നിന്ന് എന്ത് ചെയ്ത് കഴിഞ്ഞു? ദൈവം തമ്പുരാൻ തള്ളിക്കളഞ്ഞു. പക്ഷെ ഇന്ന് നീ അവിടെ ഇരിപ്പുണ്ടെങ്കിലും നീ ഓർത്തോണം, നിന്നെ ദൈവം തമ്പുരാൻ തള്ളി. 26-ാമത്തെ വാക്യം എടുത്തേ. 26 ശൗമേൽ ശൗലിനോട്, ഞാൻ പോരുകയില്ല, നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് യഹോവ നിന്നെയും ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ രാജസ്ഥാനത്ത് ശൗൽ വന്നത് എങ്ങനാ? ദൈവം അഭിഷേകം ചെയ്തതുകൊണ്ടാ. ദൈവം അഭിഷേകം ചെയ്ത് എവിടം വരെ ചെന്നു? രാജസ്ഥാനത്ത്. ഇന്ന് നിങ്ങൾ ഓർത്തോളം, അഭിഷേകത്തിന്റെ നിറവിനകത്ത് പല സ്ഥലങ്ങളിൽ ഉന്നതനാകാം. ചിലപ്പോൾ നീ പ്രവാചകനാകാം, രോഗശാന്തി വരപ്രാപ്തനാകാം, നീ ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവനാകാം, ഘോരഘോരം നീ പ്രസംഗിക്കുന്നവനാകാം, പലതും നീ ആകാം. പക്ഷേ ഇന്ന് പകൽക്കാലം അറിയണം, അഭിഷേകം നിന്റെ മേൽ നഷ്ടപ്പെട്ടാൽ തമ്പുരാൻ നിന്നെ തള്ളിയിരിക്കും. അതുകൊണ്ടാണ് യേശുവിന്റെ അരികിൽ വന്ന് പറഞ്ഞ്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി. കർത്താവ് പറഞ്ഞു, ഒരു നാളും ഞാൻ നിന്നെ അറിയുന്നില്ല. കാരണം എന്നാന്നറിയാമോ? അഭിഷേകം നഷ്ടപ്പെട്ടവനെ ദൈവം അറിയത്തില്ല കേട്ടോ. ലോകം നിന്നെ അറിഞ്ഞാൽ സ്വർഗം നിന്നെ അറിയത്തില്ല. ഇന്ന് പകൽക്കാലം ലോകം നിന്നെ അറിഞ്ഞില്ലെങ്കിലോ സ്വർഗം നിന്നെ അറിഞ്ഞാൽ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആരും നിന്നെ അറിഞ്ഞില്ലെങ്കിലോ, നാട്ടുകാരും നിന്നെ അറിഞ്ഞില്ലെങ്കിലോ, വാൾ പോസ്റ്റ് നിന്റെ പേര് വന്നില്ലെങ്കിലോ, എന്റെ ദൈവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്രഹാമിന്റെ തലമുറയെ അനുഗ്രഹിച്ച പോലെ നിന്റെ തലമുറയെ നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അഭിഷേകം നുഖങ്ങളെ തകർക്കുന്നതാണ്. അഭിഷേകം ക്ഷാമകാലത്ത് വിതച്ച
വെച്ചാൽ 100 മേനിയാകുന്നതാണ്. ഇന്ന് പകൽ വിശ്വസിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരോട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം ലഭിക്കപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തുന്നവരല്ലായിരിക്കണം. ലഭിക്കപ്പെട്ടതിന്റെ നിറവിനകത്ത് നിൽക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ വിശ്വാസത്തോടെ ആമേൻ. അതുകൊണ്ട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം 3-ാമത്തെ വാക്യം പറയാം, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭു പോലെ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങൾ പോലെ ശോഭിക്കുന്നവരാ. അഭിഷേകമുള്ളവൻ അടങ്ങിയിരിക്കത്തില്ല. സ്വർഗവനെ കണ്ടതിനായി സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്നു എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭു പോലെയും. നമ്മെ സ്വർഗം ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, നിന്റെ മേൽ തന്ന അഭിഷേകത്തിന്റെ നിറവിനകത്ത്, അഭിഷേകത്തിന്റെ നിറവിനകത്ത് സ്വർഗം പറയുന്നു, മണ്ഡലത്തെ പ്രഭു പോലെ നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങൾ പോലെ എന്നേക്കും ദൈവം നിന്നെ പ്രകാശിപ്പിക്കുക. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ തലത്തിലേക്ക്? ദൈവം നിന്നെ ഉയർത്തുവാൻ തുടങ്ങിയ ഇന്ന് പകൽ ദൈവം തമ്പുരാൻ നിന്നെ ഉയർത്തുവാൻ തുടങ്ങിയ ദൈവം നിന്നെ ഉയർത്താൻ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്ന സദൃശവാക്യക്കാരൻ പറഞ്ഞു, ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപമുണ്ട്. അത് നിക്ഷേപവും തൈലവും ഉണ്ട്. അഭിഷേകമുള്ളവൻ ഇന്ന് പകലിൽ അറിഞ്ഞോണം, നഷ്ടപ്പെടുത്താതിരിക്കുന്നവൻ തിരിച്ചറിഞ്ഞോണം. സ്വർഗ്ഗം ചില അത്ഭുതങ്ങളിലേക്ക് നിന്നെ നടത്താം. ഇന്ന് നാട്ടുകാർ നോക്കി പലതും പറയും കേട്ടോ. നാളെ നിന്റെ അവസ്ഥ ദൈവം തമ്പുരാൻ മാറ്റാൻ പോകുക. ഹല്ലേലൂയ. നാട്ടുകാർ തള്ളിയാലും വീട്ടുകാർ തള്ളിയാലും തള്ളാത്ത ഒരുവനുണ്ടെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് തമ്പുരാൻ നിന്നെ പുറത്തു കൊണ്ടുവരാം. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവം ചില വഴികളെ തുറക്കുമെന്ന് വിശ്വസിക്കുന്നവരായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ വിശ്വാസത്തോടെ ഇന്ന് ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേർ വിശ്വാസത്തിനകത്ത് ഉറച്ചു പറയും, എന്റെ മേലിരിക്കുന്ന അഭിഷേകത്തിന്റെ നിറവിനാൽ ഞാൻ അത്ഭുതങ്ങളെ കാണുന്നവനായി മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാമത്തെ വാക്യം പറയാം, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്ക്, രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും വരും. അഭിഷേകമുള്ളവനെ തേടി വരുന്ന കാലം വിദൂരമല്ല. അഭിഷേകമുള്ളവന്റെ വീട് അന്വേഷിക്കുന്ന കാലം വിദൂരമല്ല. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഒരു പട്ടണത്തിലുണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു പെങ്കൊച്ചു മരിച്ച് അവളെ ശീലയിൽ പൊതിഞ്ഞ് കിടത്തിയിരിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, യോപ്പയിൽ പത്രോസ് ഉണ്ടെന്ന് കേട്ടപ്പോ അഭിഷേകമുള്ളവനെ തേടി വന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനെ ഞാൻ പറയാ, നീ നഷ്ടപ്പെട്ട നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ടില്ലെങ്കിൽ നിന്നെ തേടി വരുന്ന കാലം വിദൂരമല്ല. കാരണം എന്നാന്നറിയോ? അഭിഷേകമുള്ളവൻ അത്ഭുതമാണ്, അഭിഷേകമുള്ളവൻ അടയാളമാണ്, അഭിഷേകമുള്ളവനോട് ദൈവമുണ്ട്. അഭിഷേകമുള്ളവൻ അഭിഷേകമുള്ളവൻ പ്രവൃത്തി അത്ഭുതമായി മാറും. വിശ്വസിക്കുക മാത്രം കർത്താവിനെ ഈ പകലിൽ സ്തോത്രം ചെയ്യ്. എത്ര പേർ വിശ്വാസത്തോടെ? അതുകൊണ്ട് യോപ്പയിലായിരുന്ന പത്രോസ് അപ്പോസ്തലനെ വിളിച്ചതിന്റെ കാരണം എന്നറിയാമോ? പത്രോസിന്റെ മേൽ ദൈവമുള്ളത് കൊണ്ടാ. പത്രോസിന്റെ കൂടെ യോപ്പയിലായിരിക്കുമ്പോ പേടമാനെന്ന് പേരുള്ള തബീത എന്ന പെങ്കൊച്ചിനെ മരിച്ച ശീലയെ ചുറ്റിയിരിക്കുമ്പോ അവർ അന്വേഷിച്ചത് പത്രോസിനെയാ. ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാ, അഭിഷേകമുള്ളവനെ അന്വേഷിക്കുന്ന കാലം വിദൂരമല്ല. അഭിഷേകമുള്ളവന്റെ ഭവനത്തെ തേടി വരുന്ന കാലം വിദൂരമല്ല. അഭിഷേകത്തിന്റെ നിറവിനകത്ത് നിൽക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയാ, യോപ്പയിൽ ഒരു അത്ഭുതം നിന്നെ കൊണ്ട് ദൈവം തമ്പുരാൻ ചെയ്യിക്കാൻ സ്വർഗം പദ്ധതിയിട്ടെങ്കിൽ ഇന്ന് പകൽ അറിഞ്ഞോ, അഴിയാത്ത കെട്ടുകൾ അഴിയപ്പെടുക, മന്ത്രവാദിയുടെ ശീലകൾ അഴിയപ്പെടുക. ഇന്ന് പകൽ ആത്മാവിന്റെ നിറവിനകത്ത് അറിഞ്ഞ് ഇന്ന് പകൽ നീ ചെയ്യുന്ന പ്രവൃത്തിയിൽ അഭിഷേകം ഒഴുകാൻ തുടങ്ങും. നീ പറയുന്ന പ്രവൃത്തിക്കകത്ത് നിന്റെ ശുശ്രൂഷയിൽ ഈ തൈലം ഒഴുകാൻ തുടങ്ങും. നിന്റെ തലമുറയിൽ ഈ തല ഒഴുകാൻ തുടങ്ങും. നീ ചെയ്യുന്ന പ്രവൃത്തികളിൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നീ ചെയ്യുന്ന എല്ലാത്തിലും സ്വർഗം നിന്റെ കൂടെ നിൽക്കും. വിശ്വസിക്കുന്ന മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യ്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? വിശ്വസിക്കുന്നത് മാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്ന് പകൽ എത്ര പേർ ആത്മാവിന്റെ നിറവിനകത്ത് വിളിച്ചു പറയുന്നുണ്ട്, അഭിഷേകത്തിന്റെ ശക്തിയാൽ നുകങ്ങൾ തകർന്നു പോകും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. വിശ്വസിക്കാത്ത ഒരു കൂട്ടം ലോകത്തിലുണ്ടെന്നാ പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ വാക്യത്തിനകത്ത് പറയുവാണ്, അവർ പിതാവിനെയും എന്നെയും അറിയായികൊണ്ട്. കണ്ടോ? രക്ഷിക്കപ്പെട്ടതൊക്കെയാ, സ്നാനപ്പെട്ടതൊക്കെയാ, പരിശുദ്ധാത്മാവ് കിട്ടിയെന്നൊക്കെയാ പറയുന്നേ. ചില ദിവസത്തെ ചാട്ടമൊക്കെ കാണും പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് തോന്നുന്നു.
പക്ഷേ കുറച്ച് സമയമുള്ളൂ. ആലയത്തിന് പുറത്തു വിട്ടിറങ്ങി കഴിഞ്ഞാൽ തീർന്നു, വെടിക്കെട്ട് കഴിയുന്നോല. ആമേ കലാശക്കൊട്ട് പോലെ പിന്നെ ആത്മാവില്ല. പിന്നെ അടുത്ത ഞായറാഴ്ച ചർച്ച വരണം. ആമേ പിന്നെ ആത്മാവിനെ കാണണമെങ്കിൽ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു അവർ പിതാവിനെ എന്നെ അറിയായകൊണ്ട്. കണ്ടോ, ഈ കർത്താവിനെ പിതാവിനെയും എന്നെ അറിയായകൊണ്ട്, പകരപ്പെട്ടതിനെ അറിയായകൊണ്ട് ആർക്കും മഹത്വം കൊടുക്കുന്നില്ല. ദൈവത്തിനും മഹത്വം കൊടുക്കാതിരിക്കുക. ദൈവത്തിൻ്റെ പുത്രനെ തിരിച്ചറിയാതിരിക്കുമ്പോൾ ഹല്ലേലൂയ അതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചോണം. ചിലർ ഹല്ലേലൂയ അത്ഭുതങ്ങളിലേക്ക് മാറും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശ മണ്ഡലത്തിൽ പ്രഭു പോലെ ആയിത്തീരും. ആമേ ഹല്ലേലൂയ. ബുദ്ധിമാന്മാർ, അഭിഷേകമുള്ളവർ, അഭിഷേകത്തെ കെടുത്താതെ നിൽക്കുന്നവർ ആമേ ദേശത്തിനകത്ത് അനുഗ്രഹമായി മാറും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക? അഭിഷേകത്തെ തിരിച്ചറിയുന്നവർ, ആരാധനയ്ക്ക് മടുപ്പില്ലാത്തവർ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ, ആമേ ദൈവസന്നിധി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നവർ, ഇടവില്ലാതെ പ്രാർത്ഥിക്കുന്നവർ, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നവർ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ, അവരെ കുറിച്ച് ദാനിയേൽ പ്രവാചകൻ പറയുക, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭു പോലെ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവരാകും. അഭിഷേകത്തിന്റെ നിറവിന്ന് പകൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ വിശ്വാസമുള്ളൂ? ഹല്ലേലൂയ. വിശ്വാസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട്. എത്ര പേര് പറയുന്നുണ്ട്? ഓ, ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ ആമി വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ആ അഭിഷേകം എൻ്റെ മേലുണ്ട് എന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമി തൈലത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെട്ട, അഭിഷേകത്തിന്റെ നിറവ് വെളിപ്പെട്ട, ദൈവശബ്ദം കേട്ടൊരുവൻ ഇറങ്ങിത്തിരിച്ചാൽ അവന് വേണ്ടി കരുതുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അഭിഷേകമുള്ളവനെ ദൈവം കരുതും. അഭിഷേകം കെടാത്തവനെ പത്ത് കന്യകമാരെ പോലെ ഹല്ലേലൂയ അഭിഷേകം നഷ്ടപ്പെട്ടപ്പോ ഹല്ലേലൂയ 5 പേര് നോക്കി നിൽക്കുക. ശകലം വായ്പ തരാമോ? മണവാളൻ വന്നു. ഇന്ന് പകൽക്കാലം പറ, അഭിഷേകമുള്ളവന്റെ വിളക്ക് കെട്ടുപോകത്തില്ല, അഭിഷേകമുള്ളവന്റെ ഭവനം ഇരുളി പോകത്തില്ല, അഭിഷേകമുള്ളവന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകത്തില്ല. അഭിഷേകമുള്ളവൻ നാൾക്ക് നാൾ വർദ്ധനവിലേക്ക് വരും. അഭിഷേകത്തിന്റെ നിറവ് അത്ഭുതത്തിലേക്ക് വരും. ഇന്ന് സാഹചര്യങ്ങൾ നോക്കല്ലേ, നിന്നെ കരുതാമെന്ന് ഒരുവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിഷേകത്തിന്റെ നിറവിനാ ഇന്ന് കാണുന്ന സാഹചര്യത്തിന്റെ പുറത്തു വരും. അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിക്കുമ്പോ ചാർച്ചക്കാർ പ്രതിഭവനം വിട്ടിറങ്ങിയ അബ്രഹാം ദൈവത്തിന്റെ കൃപയ്ക്കകത്തേക്ക് വന്നപ്പോ പരിശുദ്ധാത്മാവിനകത്ത് തിരിച്ചറിയണം. അവന്റെ കൃപയിലേക്ക് ദൈവം തമ്പുരാൻ അവനെ കൂട്ടിക്കൊണ്ടുവരുമ്പോ ഹല്ലേലൂയ 17 ഉൽപ്പത്തി പുസ്തകം 17 പറയുക, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. അഭിഷേകം ഒരുവന്റെ മേൽ പകരപ്പെട്ട ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ, വർദ്ധനവിനാൽ വർദ്ധിക്കാൻ പോവുക. എത്ര പേര് ആമേൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. വർദ്ധനവിനാൽ വർദ്ധിക്കുക. നീ ചെയ്യുന്നോണ്ട് പ്രവൃത്തിക്കകത്ത് മുഴുവൻ ഈ എണ്ണ ഒഴുകാൻ തുടങ്ങുകയാ. എണ്ണ ഒഴുകാൻ തുടങ്ങുക. അത് വർദ്ധനവിനാൽ വർദ്ധിക്കാൻ പോവുക. എത്ര പേര് വിളിക്കുന്നുണ്ട്? ദൈവം വിളിച്ച അബ്രഹാം, ഹല്ലേലൂയ, ദൈവം വിളിച്ച അബ്രഹാമിനോട് ഉൽപ്പത്തി പുസ്തകം 17 6 വാക്യത്തിൽ പറയുക, എന്നതാ പറയുന്നറിയാമോ? ഹല്ലേലൂയ. ഇവിടെ പറയുന്ന വാക്യതാണ്, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കാൻ പോവുക. എത്ര പേര് സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ എനിക്കത്തില്ല. അഭിഷേകമുണ്ടെങ്കിൽ വർധന വരും. അഭിഷേകമുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ കാണുക. അഭിഷേകം ഒരുവന്റെ മേൽ പകർന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ അത്ഭുതങ്ങൾ വന്നു ചേരാൻ പോവുക. ഇന്ന് പകലിൽ നീ ചിന്തിക്കാത്ത പോലൊരു നിറവ് വരാൻ പോവുക. പത്രോസ് ചിന്തിക്കാത്തത് നടക്കാൻ പോകുന്നത്. പണ്ട് പത്രോസിന് ഇങ്ങനെ മത്സ്യത്തെ വിറ്റ് നടന്നപ്പോ ആൾക്കാർ പത്രോസ് എന്നാ മീനാ ഉണ്ടെന്ന് ചോദിച്ചെടുത്ത് അന്ന് വിളിച്ചവൻ ഇന്ന് വിരിപ്പേ കിടക്കുകയാ. അഭിഷേകത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞോളാം. അന്ന് പത്രോസിനോട് മീനുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചവൻ ഇന്ന് വിരിപ്പെ പത്രോസിന്റെ നിഴലടിക്കാൻ വിരിപ്പെ കൊണ്ടിടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോ, അഭിഷേകത്തിന്റെ ശക്തി വലുതാ കൊച്ചേ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ വിളിച്ചു പറയുന്നത്, അഭിഷേകത്തിന്റെ ശക്തി വലുതാ. നീ ചെറിയവനാണെങ്കിലും വലിയവൻ നിന്റെ കൂടെ വന്ന, നീ ചെറിയവനാണെങ്കിലും വലിയവൻ നിന്റെ കൂടെ വന്ന, അഭിഷേകം നിന്റെ കൂടെ വന്ന, അഭിഷേകത്തിന്റെ നിറവ് നിന്റെ കൂടെ വന്ന, സ്വർഗം നിന്റെ കൂടെ വന്ന, ഇന്ന് പകലറിഞ്ഞു അത്ഭുതം നടക്കാൻ പോകുക. അത്ഭുതം.
ഓ ഇന്ന് ബൗണ്ടറികൾ മാറും, ബൗണ്ടറികൾ മാറും, ബൗണ്ടറികൾ മാറും, അതിരുകൾ മാറും, അത്ഭുതങ്ങൾ നടക്കും, വിടുതലുകൾ നടക്കും. അഭിഷേകത്തിന് ശക്തിയുണ്ട്, അഭിഷേകത്തിന് ശക്തിയുണ്ട്, അഭിഷേകത്തിന് ശക്തിയുണ്ട്. അത് തന്നെ വന്നു ചേരും. ഓ ഹല്ലേലൂയ. റസതൽ കലാദരവൈഡ വശദൽ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു പണ്ടരമുണ്ട്. പത്രോസ് മീനെയൊക്കെ പിടിച്ചിട്ട് അമ്മ പടകിൽ നിന്ന് വീട്ടിലോട്ട് പോകുമ്പോൾ നാട്ടുകാർ ചോദിച്ചു, പത്രോസേ ഇന്ന് പോയിട്ടൊന്നും കിട്ടിയില്ലല്ലേ? പത്രോസേ ഇന്നെന്നാ മീൻ കിട്ടിയേ? പത്രോസിനോട് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ, മീനെ കുറിച്ച് ചോദിക്കാനുള്ളൂ. പത്രോസ് പലപ്പോഴും തല കുനിച്ചു പോകേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. പത്രോസ് പറഞ്ഞിട്ടുണ്ട്, ഇന്നൊന്നും കിട്ടിയില്ല. ഇന്ന് കടക്കാരൻ്റെ മുന്നേ ചെന്നിട്ടുണ്ട് കേട്ടോ. ആമി കടക്കാരനോട് ചോദിച്ചു, ഇന്ന് മീൻ പിടിക്കാൻ പോയി, പക്ഷെ ഒന്നും കിട്ടിയില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാകാതിരിപ്പാ ഇന്ന് 2 കിലോ അരി തരണം, ഇച്ചിരി പരിപ്പൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞൊരു പത്രോസിനെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നോക്കിയാൽ കാണാം. പക്ഷെ എത്ര കാലം ഉണ്ടായിരുന്നല്ലോ? യേശു കർത്താവിനെ കാണുന്നിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. എത്ര പേര് ആമീൻ പറയുമെന്ന് എനിക്കറിയത്തില്ല. ആമി യേശു കർത്താവിനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഒരു പാപിയായ മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, വരട്ടെ 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 വരട്ടെ, അവിടെ നിൽക്കട്ടെ. നിന്നെ കുറിച്ച് സ്വർഗം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. എന്നതാണെന്നറിയോ? നീ മനുഷ്യനെ പിടിക്കുന്നവരാ. ആമേൻ. അന്ന് നോക്കിയ പലചരക്ക് കടക്കാരൻ ആമി അരി കടം ചോദിച്ചവൻ ഇന്ന് പകൽക്കാലം അവന്റെ നിഴൽ തട്ടാൻ പോയി കിടപ്പുണ്ടെങ്കിൽ അറിയണം, ഈ അഭിഷേകം ചെറുതല്ല കേട്ടോ, അഭിഷേകം ചെറുതല്ല. ആമി അതുകൊണ്ട് പറയുന്നേ, അപ്പോസ്തല പ്രവൃത്തി 5-15 വാക്യത്തിൽ വരും പറയോ, പത്രോസ് നടന്നു പോകുമ്പോ അവന്റെ നിഴലെങ്കിലും തട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് വിരിപ്പിൽ കൊണ്ട് വ്യാധികളെ കൊണ്ട് ഇട്ടിരുന്നെങ്കിൽ അഭിഷേകത്തിന് ശക്തിയുണ്ട്. അഭിഷേകത്തിന് ശക്തിയുണ്ട്. അഭിഷേകം അത്ഭുതം ചെയ്യുന്നതാ. അഭിഷേകം ദൈവത്തിന്റെ സാന്നിധ്യമാ. അഭിഷേകം ദൈവത്തിന്റെ വിടുതലായി ഇന്ന് പകൽ വിശ്വസിക്കുക മാത്രം ആ കർത്താവിനെ സ്തോത്രം ചെയ്യും. അഭിഷേകം നിന്റെ മേൽ പകർന്ന നീ വീട്ടിൽ അടങ്ങിയിരിക്കത്തില്ല. അഭിഷേകം നിന്റെ മേൽ വന്ന നിന്റെ മുഴങ്കാലിൽ തഴമ്പ് വീഴ. നീ അഭിഷേകമുള്ളവനാണെങ്കിൽ എപ്പോഴും ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. അഭിഷേകമുള്ളവരെ കാരാഗ്രഹത്തിലിട്ട് അവയിട്ടാൽ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളക്കുന്ന സ്വർഗത്തിന്റെ ദൂതന്മാരുണ്ട്. വിശ്വസിക്കുക, കർത്താവിനെ സ്തോത്രം ചെയ്. ഇന്ന് പകലിൽ അത്ഭുതത്തെ കാണുന്നവർ അഭിഷേകമുള്ളവന് വേണ്ടി ദൈവ കാക്കയെ അയക്കുന്ന കാലമുണ്ട്. വിശ്വസിക്കുക മാത്രം ദൈവത്തെ സ്തോത്രം ചെയ്. അഭിഷേകത്തിന്റെ നിറവിനകത്ത്, അഭിഷേകത്തിന്റെ നിറവിനകത്ത് വിശ്വാസത്തോടെ വിളിച്ചു പറ, എന്റെ മേൽ പകർന്നിരിക്കുന്നത് സ്വർഗത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. സ്വർഗം സ്വർഗ അബ്രാഹാമിനെ വിളിച്ചിട്ട് പറയുക. 17-6 വാക്യത്തിൽ പറയുക, ഞാൻ നിന്നെ അധികമായിട്ട് പണ്ട് നീ വർദ്ധിച്ചെന്ന് പറഞ്ഞില്ലേ? ചില ദിവസമൊക്കെ പറഞ്ഞു, ഇന്ന് നല്ല ബിസിനസ്സായിരുന്നു, ഇന്ന് നല്ല കുഴപ്പമില്ലായിരുന്നു, നാളെ ഒന്നുമില്ല. അഭിഷേകത്തിന് വ്യത്യാസമുണ്ട് കേട്ടോ. അഭിഷേകത്തിന് വ്യത്യാസം എന്ന് പറഞ്ഞല്ലോ, വർധനവിനാൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ കണ്ടതല്ല. യേശു ചോദിച്ചു, ഇപ്പം പിടിച്ചത് വല്ലതും നിന്റെ മേലുണ്ടോ? അഭിഷേകം ഒരുവന്റെ മേൽ വന്ന സാഹചര്യങ്ങൾ തന്നെ വഴിമാറാൻ തുടങ്ങും. ഇന്ന് പകലി ആത്മാവിൽ പറഞ്ഞു, അവൻ തൊട്ടുന്നത് മുഴുവൻ അനുഗ്രഹമാ, അവൻ തൊട്ടുന്നത് മുഴുവൻ അനുഗ്രഹമാ, അവൻ രോഗിയെ തൊട്ടാലും സൗഖ്യമാ. ഇന്ന് പകലി ആത്മാവുള്ളവന്റെ പ്രവർത്തിക്കകത്ത് വലിയ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം പറയണ, അഭിഷേകമുള്ളവന്റെ വിദ്യാഭ്യാസമല്ല വിഷയം, സ്വർഗം അവന്റെ വിഷയം. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ ജ്ഞാനം ഒരുവന്റെ മേൽ പകർന്നാൽ, ആത്മാവിന്റെ നിറവ് ഒരുവന്റെ മേൽ പകർന്നാൽ, ആത്മാവിന്റെ ശക്തി ഒരുവന്റെ മേൽ പകർന്നാൽ, ഇന്ന് പകലിൽ അതുകൊണ്ട് പറയുന്നു, ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപോ തൈലമുണ്ട്. എത്ര പേര് പറയുന്നുണ്ട് ഈ അഭിഷേകം എൻ്റെ മേലുണ്ടെന്ന്? ഈ അഭിഷേകത്തിന്റെ നിറവിനകത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അഭിഷേകമുള്ളവന്റെ ഭവനത്തിനകത്ത് അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അഭിഷേകമുള്ളവന്റെ നിറവിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അഭിഷേകമുള്ളവന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അഭിഷേകമുള്ളവൻ, ഇത്ര പേര് വിശ്വസിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. അഭിഷേകമുള്ളവൻ ഇന്ന് ഹല്ലേലൂയ ആരും അംഗീകരിച്ചില്ലെങ്കിലും സ്വർഗം നിന്നെ അംഗീകരിക്കുമ്പോൾ ഇല്ലാത്തതുള്ളതുപോലെ വിളിച്ചു. അഭിഷേകത്തിന്റെ നിറവിനകത്തുനിന്ന് മാറുമ്പോൾ ഓർത്തോണം, അഭിഷേകത്തിന്റെ നിറവിനകത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ ഓർത്തോണം, പ്രവചനം സ്റ്റോപ്പായി പോവുക. പിടികിട്ടിയോ? അഭിഷേകത്തിന്റെ നിറവിൽ നിന്നൊരു വ്യക്തി മാറുമ്പോൾ ആമീൻ പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടും. ദൈവം വിളിക്കും അറിയണം,
ദൈവം ഒരു നിറവിനകത്ത് നിൽക്കുന്ന ഈ ലോകത്തിലെ ചിലതിൻ്റെ പുറകെ നടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനായ യേശു കർത്താവിനെ പരീക്ഷിക്കുവാൻ കൊണ്ട് നിർത്തുമ്പോൾ പരീക്ഷകൻ ചോദിക്കുന്നു, നീയൊന്ന് എന്നെ നമസ്കരിച്ചാൽ ഈ കാണുന്നത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. ഇന്ന് നമസ്കരിച്ച് നടക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അഭിഷേകം നഷ്ടപ്പെട്ടവർക്കായി സ്തോത്രം. എന്നാൽ നമസ്കരിക്കാത്ത യേശുവിനെ മാത്രം ആരാധിക്കുന്നവർ, അഭിഷേകത്തിന്റെ നിറവിൽ നിൽക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ഈ ലോകത്തിനെ കൊള്ളതിനേക്കാൾ വലുത്, ഈ ലോകത്തിലുള്ള എല്ലാത്തിനേക്കാൾ വലുത് എൻ്റെ കൂടെ ഇരിക്കുന്ന അഭിഷേകത്തിന്റെ നിറവാണെന്ന് വെളിപ്പെടുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അത് രണ്ടുകൊണ്ടാണ്. 2 രാജാക്കന്മാർ നമ്മൾ വായിച്ചു നിർത്തിയിരുന്ന് വായിക്കുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായം 18 വന്ന് പെട്ടെന്ന് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. റോമാലേഖനം 8:18. നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, കണ്ടോ നമ്മുടെ പ്രത്യാശ എവിടെ? ഈ അഭിഷേകത്തിന്റെ നിറവ് എങ്ങോട്ടാണ് നമ്മളെ നയിക്കുന്നേ? ഈ അഭിഷേകം വെച്ചുകൊണ്ട് ഇവിടുന്ന് കുറെ വീടുകളും കാറുകളും ലോറികളും ബംഗ്ലാവുകളും എസ്റ്റേറ്റുകളും മേടിക്കാനല്ല. മക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാം ഡിപ്പോസിറ്റൊക്കെ ഇട്ട് ഇരിക്കാൻ വേണ്ടിയല്ല വിളിച്ചേ. കർത്താവ് പറഞ്ഞു, ഉണ്ണാനും കൊടുക്കാനുണ്ട്, മതിയെന്ന് വരുപ്പി, നിന്നെ ഞാൻ ഒരു നാളും അനാഥനായി വിടത്തില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കരുതിക്കോളാവുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ കരുതുക തന്നെ ചെയ്യും. ആമേ. നീ ഒരിക്കലും അപ്പത്തിന് ഇരക്കേണ്ടി വരത്തില്ല. സ്വർഗം നിന്നെ കരുതാവെന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ തലമുറയെ കരുതിക്കൊള്ളാവെന്ന് പറഞ്ഞ. പക്ഷേ എൻ്റെ ആഗ്രഹത്തിനകത്ത് നിൽക്കുന്നതിനാ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ആമേ, യേശുവിനോടുകൂടെ ഞാൻ തേജസ്കരിക്കപ്പെടുന്നവനാ. തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. കണ്ടോ, തേജസ്സുള്ളവന്റെ അഭിഷേകമുള്ളവന്റെ ചിന്ത എവിടെ നിൽക്കുന്നു? സ്വർഗവുമായി കണക്റ്റഡാ. സ്വർഗത്തിന്റെ കണക്റ്റഡാ. ഈ ഭൂമിയിലെ എന്ത് വന്ന പത്രോസിന്റെ പടകിനെ ദൈവം തമ്പുരാൻ നിറച്ചപ്പോ എല്ലാവർക്കും ആശ്ചര്യം ഉണ്ടായി. പക്ഷെ പത്രോസിന്റെ കണ്ണ് യേശുവിലായിരുന്നു. ഇന്ന് പകൽക്കാലം പറയണം, ആമി, എത്രയെല്ലാം നന്മകൾ കുത്തൊഴുകിയാലും എന്തെല്ലാം സമൃദ്ധി വന്നാലും എൻ്റെ യേശുവിൻ്റെ മുഖത്തു നിന്നുള്ള കണ്ണെന്നെ മാറിപ്പോകല്ല. ഹല്ലേലൂയ. അവൻ എന്നെ വിളിച്ച് വേർതിരിച്ചത് അവൻ്റെ കൂടെ കാണുവാൻ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന പകലിൽ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ആത്മാവ് നിങ്ങളുടെ മേലുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആത്മാവിൻ്റെ നിറവിൽ നിങ്ങൾ നിൽക്കുന്നവരെ ഞാൻ പറയാം, ഇന്നത്തെ കഷ്ടങ്ങൾ സാരമില്ല, അതിനപ്പുറം ദൈവം ഒരു വഴി തുറക്കാൻ പോവുക. എത്ര പേര് വിശ്വാസത്തോടെ നിങ്ങളുടെ അതിരുകളെ ദൈവം തമ്മിൽ മാറ്റുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് കാണുന്ന പ്രതിസന്ധിയെ, ഇന്ന് കാണുന്ന നിന്ദയെ, ഇന്ന് കാണുന്ന പരിഹാസത്തെ ഒക്കെ മറികടക്കുന്ന ഒരു അഭിഷേകം എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് മരുഭൂമിയിലേക്ക് മാറ്റിവിട്ടത് ദാവീദിനെ മാത്രം. ആമേൻ. മരുഭൂമിയിൽ ആടിനെ മേയ്ക്കുവാൻ മറ്റ് സഹോദരന്മാർ വീടിനകത്ത് നിൽക്കുമ്പോൾ ഒരുവൻ മരുഭൂമിക്കകത്ത് പോയി ഇരിപ്പുണ്ടെങ്കിൽ സ്വർഗം അവനെ കണ്ടു വേർതിരിച്ച് വിളിച്ചതാണെങ്കിൽ ഇന്ന് പകലെ അഭിമാനത്തോടെ വിളിച്ചു പറയണം, എൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ എന്നെ മാത്രമേ ദൈവാഭിഷേകം ചെയ്തിട്ടുള്ളെങ്കിൽ അവനൊരു പദ്ധതി എൻ്റെ മേലുണ്ട്. എൻ്റെ കുടുംബത്തെ കുറിച്ചുണ്ട്, എൻ്റെ തലമുറയെ കുറിച്ചുണ്ടെങ്കിൽ ഇന്ന് പകലെ അഭിഷേകത്തിന്റെ നിറവിനകത്ത് വിളിച്ചു പറയണം. അത് വെളിപ്പെടുന്ന കാലം വിദൂരമല്ല, അത് വെളിപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിളിച്ചു പറയണം, ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവുമുണ്ട്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? എൻ്റെ ഹല്ലേലൂയ. എൻ്റെ ഭവനത്തിൽ വിലയേറിയ നിക്ഷേപമുണ്ട്. എൻ്റെ ദൈവം തന്ന ഒരു അഭിഷേകത്തിന് നിറവുണ്ട്. എത്ര പേര് ധൈര്യത്തോടെ വിശ്വാസത്തോടെ വിളിച്ചു പറയും, എൻ്റെ മേൽ അഭിഷേകത്തിന്റെ നിറവുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയും, അഭിഷേകത്തിന്റെ നിറവ് ഞങ്ങളുടെ മേലുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. 2 രാജാക്കന്മാരുടെ പുസ്തകം 4:7 എടുത്ത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4:7 പെട്ടെന്ന് വായിച്ചു. Father, I thank you, Lord. Hallelujah. അവർ ദൈവപുരുഷനോട് എന്ന് വസ്തുത പറഞ്ഞു. ദൈവപുരുഷൻ പറയുക, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി നീയും നിന്റെ മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക. അഭിഷേകമുണ്ടെങ്കിൽ, നിറവുണ്ടെങ്കിൽ നിന്നെ ദൈവം പുറത്തേക്ക് കൊണ്ടുവരും.
അഭിഷേകത്തിന്റെ കീഴിൽ നീ നിൽക്കാൻ റെഡിയാണെങ്കിൽ, ഒരഭിഷേകമുള്ള സ്ഥലത്ത് അഭിഷേകമുള്ള ഭൃത്യന്മാരുടെ കൂടെ അഭിഷേകത്തിന്റെ നിറവിനകത്ത് നിൽക്കുകയാണെങ്കിൽ, ഇന്ന് പകലിലും അറിഞ്ഞു നിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുതകരങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. ഇന്ന് പകൽക്കാലം ചെറിയ കൂട്ടമാണെങ്കിലും അഭിഷേകമുള്ളവന്റെ കൂടെ ഇരുന്ന് ആരാധിച്ചാൽ തമ്പുരാൻ നിന്നെ പുറത്തേക്ക് കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വാസത്തോടെ ഇരിക്കുന്നുണ്ട്? നിന്റെ തലമുറകൾ അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. കൊട്ടിലും പാട്ടിലുമല്ല കൊച്ച കാര്യമിരിക്കുന്നത്, വാൾപോസ്റ്റിലും പോസ്റ്ററിലടിക്കുന്നതിലല്ല കാര്യമിരിക്കുന്നത്. അഭിഷേകത്തിന് ഒരു ശക്തിയുണ്ട് കേട്ടോ, അഭിഷേകത്തിന് ഒരു ശക്തിയുണ്ട്. പത്രോസ് അഭിഷേകത്തിന്റെ നിറവിനകത്ത് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോ ആരുമില്ലെങ്കിലും സ്വർഗം പത്രോസിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിയണം, എന്റെ മേൽ പകരപ്പെടുന്നത് അഭിഷേകത്തിന്റെ ശക്തിയോ. ഞാൻ കർത്താവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നത്. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേർ വിശ്വാസത്തോടെ ഇന്ന് പകൽ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, കൊരിന്ത്യർ ലേഖനക്കാരൻ പറഞ്ഞത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളെ സ്വന്തമല്ല. ഇന്ന് പകൽക്കാലം ദൈവം ദാനമായിട്ട്, ദൈവം ദാനമായിട്ട് എത്ര പേര് പറയുന്നു? ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ പറയുന്നു? ആ ദാനമായിട്ട്. ഹല്ലേലൂയ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. വരേണ്ടതിന് ആ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ, ഈ മൺപാത്രങ്ങളിൽ, ഈ ദൈവം തന്ന നിക്ഷേപം എൻ്റെ മൺപാത്രങ്ങൾ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ മൺപാത്രങ്ങളിൽ അവൻ്റെ നിക്ഷേപം. എത്ര പേര് പറയുന്നുണ്ട്? ഇന്ന് പകൽ ചില നിക്ഷേപങ്ങൾ ഈ പാർപ്പിടത്തിനകത്തുണ്ട്, ഈ അഭിഷേകം ഈ പാർപ്പിടത്തിനകത്തുണ്ട്. അത് ഒഴുകി തുടങ്ങും. ഈ ദിവസങ്ങളിൽ ഒഴുകി തുടങ്ങും. എത്ര പേര് വിശ്വസിക്കുന്നത്? ചിലത് ഒഴുകി തുടങ്ങും. ഈ ദിവസങ്ങളിൽ ചില ഭവനത്തിനകത്ത് ഒഴുകി തുടങ്ങും, ചില തലമുറയ്ക്കകത്ത് അത് ഒഴുകി തുടങ്ങാൻ തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചില തലമുറയ്ക്കകത്ത് ഒഴുകാൻ തുടങ്ങും. അഭിഷേകത്തിന്റെ ശക്തി ചില തലമുറയ്ക്കകത്ത് ഒഴുകാൻ തുടങ്ങുക. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദാനിയേൽ പറഞ്ഞത് തന്നെ പറയണം. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭു പോലെയും. ഉണ്ടോ? ചിലരെ ദൈവം അങ്ങനാക്കി മാറ്റും. നിന്റെ കൂടെ ദൈവം ചലിക്കപ്പെടാൻ പോവുക. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? അഭിഷേകം അഭിഷേകം ദൈവം പകർന്നത് ചുമ്മാ പകരാൻ വേണ്ടിയല്ല, ചില പട്ടണത്തെ പിടിക്കുവാൻ വേണ്ടിയാ. ഒരഭിഷേകം പകർന്നത് അല്ലെങ്കിൽ കൊട്ടിപ്പാടി വീട്ടിൽ പോകാൻ വേണ്ടിയൊന്നുമല്ല. ചില മന്ത്രവാദികളുടെ മന്ത്ര ചരടുകളെ തത്തിച്ച് കളയുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ വരുമോ? ചില മന്ത്രവാദികളുടെ മന്ത്ര ചരടുകളെ ചില അഭിഷേകത്തിന്റെ ശക്തിയെ ഇന്ന് പകൽ തിരിച്ചറിഞ്ഞു. ദേശാധിപതി ശക്തികൾ കീഴടങ്ങുന്നത് ഈ അഭിഷേകത്തിന്റെ മുന്നിലാ. പിശാച് വരുന്നത് അറക്കാനും ഒടിക്കാനുമാണെങ്കിൽ, യേശു പറഞ്ഞു, ഞാനോ സമൃദ്ധിയായി അനുഗ്രഹിക്കാനാണെങ്കിൽ. ഈ അഭിഷേക ദേശത്തിനകത്ത് വാഴുവാൻ അനുവദിക്കാത്ത ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മ ശക്തിയാണ്. ദേശാധിപതി ശക്തികൾ കീഴടങ്ങുന്നത് ഈ അഭിഷേകത്തിന്റെ മുൻപിലാണ്. അത് മറിഞ്ഞല്ലിരിക്കുന്നത് അത് നിന്റെ മേൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ ശത്രു ചെയ്യും. കൂടത്തരക്കാരനെ കണ്ട് ഞാൻ ഭയപ്പെട്ടു പോകല്ല. മന്ത്രവാദിയെ കണ്ട് ഞാൻ ഭയപ്പെട്ടു പോകല്ല. ആഭിചാരക്കാരനെ കണ്ട് ഞാൻ ഭയപ്പെട്ടു പോകല്ല. ദേശത്ത് ഒരു ഭൂതമുണ്ടായിരുന്നെങ്കിൽ യേശുവിന്റെ മുന്നേ കീഴടങ്ങപ്പെട്ടെങ്കിൽ അത് അഭിഷേകത്തിന്റെ ശക്തിയാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ച് വിളിച്ചു പറയണം, അതുപോലുള്ള ശക്തികൾ എന്റെ മുൻപിൽ കീഴടങ്ങപ്പെടും. കാരണം യേശുവിന്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മ ശക്തി ഞങ്ങളുടെ മേൽ ഉണ്ട് എന്ന് വിശ്വസിക്കുക മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. അതുകൊണ്ട് പറയുന്നു, ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് ഗദരദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ശക്തി ഒന്ന് അടിച്ചു നോക്കി. ഈ കടലും ഇളകി, ഈ പടകിനെ തകരുമാറാക്കി. യേശു എഴുന്നേറ്റ് ശാസിച്ചു. യേശു ശാസിച്ചപ്പോ കടലങ്ങ് ശാന്തമായി. കാരണം എന്താണെന്നറിയോ? ഗദരദേശത്തെ ഭൂതൻ കടൽക്കര വന്ന് നിൽക്കുക. യേശു വരാ കാരണം വന്നപ്പോഴും ചോദിച്ചു, ദാവീദ് പുത്ര, ഞാനും നീയും തമ്മിൽ, മനോഹരനായ ദൈവത്തിന്റെ പുത്ര, ഞാനും നീയും തമ്മിൽ എന്തേ എന്ന് ചോദിക്കുക. എന്നതാ കാരണം?
യേശുവിനെ ദൈവം അഭിഷേകത്താൽ നിർത്തിയെങ്കിൽ ഇന്ന് അതേ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയുന്നു, അതേ ആത്മാവിനെ നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് അധികം നീ ചെയ്യുക. അഭിഷേകത്തിന്റെ നിറമുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ആത്മാവിനകത്ത് നിനക്ക് വന്നു ചേരുന്ന നന്മകൾ നിന്റെ ജീവിതത്തിനകത്ത് വന്നു ചേരും. എത്ര ഒരു വിശ്വാസത്തോടെ വിളിച്ചു പറയും, നന്മകൾ നിന്റെ ജീവിതത്തിനകത്ത് വന്നു ചേരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. അഭിഷേകമുണ്ടോ എല്ലാം വന്നു ചേരും. അഭിഷേകമുണ്ടോ, ദൈവാത്മാവിനകത്ത് തിരിച്ചത് ആത്മാവ് നടത്തുന്നുണ്ടോ? ഞാനിപ്പോഴും പറയുന്നു, ജഡത്തിനകത്തല്ല ഞാൻ പറഞ്ഞത്, ആത്മാവിന്റെ നടത്തിപ്പ് നിന്റെ ജീവിതത്തിനകത്ത് വരുന്നുണ്ടോ? ആത്മാവിന്റെ നിറവിനകത്ത് നീ നിൽക്കാൻ റെഡിയാകുന്നുണ്ടോ? എല്ലാം നിനക്ക് വന്നു ചേരും. കാരണം കരുതുന്ന ആരാന്നറിയോ? സ്വർഗത്തിലെ ദൈവമാ. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. ഒറ്റ വാക്യോട് വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ആമേൻ. സദൃശവാക്യം 8-13 വാക്യം പറഞ്ഞു വായിച്ചേ. യഹോവ ഭക്തി, സദൃശവാക്യം 8:13, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രത. കണ്ടോ, അഭിഷേകമുള്ളവന് ഇതൊന്നും കാണത്തില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടുമ്പോൾ ടിങ് ടിങ് എന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അടിക്കുമ്പോൾ ഓർത്തോളം ഈ സാധനം നിന്റെ കൂടെ ഇല്ല. ഏത്? അഭിഷേകം. ഇവിടെ പറയുന്ന വാക്കിനത് യഹോവയുടെ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. ഡംഭം, അഹങ്കാരം, ഞാനെന്തോ ആണെന്നൊക്കെ ഒരു തോന്നൽ വരത്തില്ലേ? ഇടയ്ക്ക് ഈ കോളറൊക്കെ ഒന്ന് പുറത്തോട്ടിടുകയല്ലേ? ചിലർ പറയുന്നിടല്ലേ, ഇവിടെ പരിശുദ്ധാത്മാവില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണ നിറവിൽ ചിലർ നിൽക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇതെല്ലാം ലഭിക്കപ്പെട്ടു ഞങ്ങളുടെ ആരുടെ പ്രാർത്ഥന കൊണ്ടാണ്. ഇതൊന്നും തോന്നല്ലേ? ഇതൊക്കെ ചില അഭിഷേകത്തിനകത്ത് വന്നിരുന്നപ്പോൾ ദൈവം ദാനം തന്നതാ. ചില അഭിഷേകത്തിൻ്റെ നിറമുള്ള കൊച്ചുകൂട്ടത്തിനകത്ത് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ദൈവം തമ്പുരാൻ ദാനം തരും. അതൊരു വലിയ കൂട്ടത്തിലോട്ട് പോയി, അവിടുന്ന് തീർന്നു, അഭിഷേകം പോയി. അത് ശൗലിനെ മാറ്റിയ പോലെ മാറ്റിയിരിക്കുന്നിടത്തൊക്കെ പോയിരിക്കും. എന്നിട്ട് കാലും കൈയിട്ട് അടിക്കുക. എന്നിട്ട് ഇവിടെ പറയുന്നത് കണ്ടോ, അവിടെ ചെല്ലുമ്പോഴത്തെ അപ്പോൾ യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാവുന്നു. ഡംഭം, അഹങ്കാരം, ഞാൻ പകയ്ക്കുന്നു. 14-ാമത്തെ വാക്യം, ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത്. എനിക്ക് വീര്യബലമുണ്ട്. ഞാൻ മുഖാന്തരം രാജാക്കന്മാർ വാഴുന്നു, പ്രഭുക്കന്മാർ നീതി നടത്തുന്നു. എന്നെ സ്നേഹിക്കുന്നവരെ, കർത്താവിനെ സ്തോത്രം പറഞ്ഞോണേ. കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു. എന്നിട്ട് എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ, എന്റെ പക്കൽ ധനവും മാനവും. ഇവിടെ ദൈവത്തെ അന്വേഷിക്കേണ്ട പോലെ അന്വേഷിച്ചാൽ, ദൈവത്തെ അറിയേണ്ട പോലെ അറിഞ്ഞാൽ, ദൈവശബ്ദത്തിന് ചെവി കൊടുത്താൽ, ദൈവാത്മാവിന്റെ നടത്തിപ്പ് വന്നാൽ നീ അപ്പത്തിന് ഇറക്കേണ്ടി വരത്തേ ഇല്ല. ഇന്ന് മുതൽ അറിഞ്ഞോ, നിന്റെ ബൗണ്ടറിയെ ദൈവം തമ്പുരാൻ മാറ്റും. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങളെ, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു. എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുണ്ട്. എന്നിട്ട് പറയുക, എൻ്റെ ഫലം പൊന്നിലും തങ്കത്തിലും വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക ആഘോഷം. ഇന്നിപ്പോ ജപ്തി നോട്ടീസ് കൊണ്ട് നിന്റെ ഭവനത്തിൽ ഒട്ടിച്ചാലും, നിന്റെ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞാലും, നല്ല ഉറപ്പ് ആത്മാവിനകത്തുണ്ടോ, നിനക്കുള്ളത് തമ്പുരാൻ കൊണ്ടുതരും. അഭിഷേകമുള്ള ഏലിയാവിന് വേണ്ടി കാക്കയെ അയച്ചെങ്കിൽ ഇന്ന് പകലിൽ അഭിഷേകമുള്ള നിനക്ക് വേണ്ടി സ്വർഗം ചില കരുതലുകളെ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്ന എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമായി കൊടുക്കുകയും
അവരുടെ ഭണ്ഡാരങ്ങളെ ദൈവം തമ്പുരാൻ നിറയ്ക്കും. എത്ര പേര് ആമീൻ പറയുന്ന? അഭിഷേകം നിറവിലാണോ? ഇന്ന് പകൽക്കാലം പറഞ്ഞു എല്ലാം വന്നു ചേരും. അമ്മ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ പറയും? അതുകൊണ്ട് പറയുന്നു, ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപമുണ്ട്. അവൻ ദൈവത്തെ ആരാധിക്കുന്നവനാ, അവൻ ദൈവത്തെ സ്തുതിക്കുന്നവനാ. വല്ലപ്പോഴും വന്ന് കാക്ക ഒളിഞ്ഞു നോക്കുന്ന പോലെ പെരപ്പുറത്ത് ഒളിഞ്ഞു നോക്കിയിട്ട് ദൈവസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവനല്ല. അവൻ വന്ന് ദൈവത്തെ ആരാധിക്കുന്നവനാ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനാ. അവന്റെ ഇരവിലും നടപ്പിലും എടുപ്പിലും ആമേ അവൻ ഹല്ലേലൂയ ആമേ ഇന്ന് പകൽ അവന്റെ നടപ്പ് കണ്ടാൽ അറിയാം അവന്റെ മേൽ ഒരു അഭിഷേകമുണ്ടെന്ന്. അവന്റെ പ്രാർത്ഥന കണ്ടാൽ അറിയാം ഒരു അഭിഷേകമുണ്ടെന്ന്. യേശു ആമേ ആമേ യമൗസിലേക്ക് പോകുന്ന സഹോദരന്മാരുടെ കൂടെ യേശു നടന്നപ്പോ അവർ പറയുന്നൊരു വാക്കുണ്ട്, അവൻ നമ്മളോട് വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നമ്മുടെ അകത്തൊരു തീ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പകൽ അഭിഷേകമുള്ളവന്റെ ആമയെ നിന്റെ ഭവനത്തിനകത്ത് കാൽകുത്തിയ അത്ഭുതം നടക്കും, നിന്റെ തലമുറയ്ക്കകത്ത് അത്ഭുതം നടക്കും. ഇന്ന് പകൽ അറിയണം ഒരു ഒഴുക്ക് വരാൻ പോകുക. ആത്മാവിനകത്ത് റീബൽ ഖലാദി അന്തര ഒരു ഒഴുക്ക് വരാൻ പോകുക. അഭിഷേകമുള്ളവൻ ഒരു ഒഴുക്ക് വരാൻ പോകുക. ജീവജല നദികൾ അത് ഒഴുകി തുടങ്ങുന്ന പോലെ ആത്മാവിന്റെ നിറവിനകത്ത് റീബൽ ഖറാദി അന്തൽ ഖറാദ വൈഡവ ആമി ആത്മാവിനാൽ ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപം തൈലം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ നിന്റെ പാർപ്പിടത്തിനകത്ത്, നിന്റെ ഭവനത്തിനകത്ത് നിന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ തൈലമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഈ തൈലമുള്ളവൻ ആമേ ഈ അഭിഷേകമുള്ളവനെ ദൈവം ഉപയോഗിക്കാൻ പോകുക. നീ മരുഭൂമിയിലാണെങ്കിലും, നീ പ്രതികൂലത്തിലാണെങ്കിലും, നീ കഷ്ടതയിലാണെങ്കിലും എന്റെ കർത്താവ് നിന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുക. അഭിഷേകമുള്ളവനെ ദൈവം പുറത്തേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ആത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ യഹൂദയിൽ ആമേ രാജ്യത്തിന്റെ അറ്റത്തോളം നീ ദൈവത്തിന് സാക്ഷിയാവുകയിൽ ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞോളാം, ഈ നിക്ഷേപം ഞങ്ങളുടെ സമ്പത്താണ്. ഹല്ലേലൂയ. അഭിഷേകം നഷ്ടപ്പെട്ടാൽ, അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതിരുന്നാൽ ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുള്ളൂ? ഹല്ലേലൂയ. ശൗലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ശൗല് ആമേനെ ഒരു യോഗ്യതയില്ലാത്തവനെ ദൈവ യോഗ്യതയിലേക്ക് കൊണ്ടുവന്നു. അഭിഷേകത്തിൻ്റെ ശക്തി. ദാവീദിനെ കൊണ്ടുവന്നത് അഭിഷേകത്തിൻ്റെ ശക്തി. ഈ ശക്തി നിങ്ങളുടെ സമ്പത്താണെങ്കിൽ, ഈ ശക്തി നിങ്ങളുടെ നടത്തിപ്പിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകലിലും അഴിച്ചു 2025 കടന്നു പോകുമ്പോൾ നീ ഇന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ഒറ്റ വിഷയത്തിൻ്റെ മുകളിൽ നിൽക്കേണ്ട വരത്തില്ല. ഈ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ നീ കഴിഞ്ഞ നാളുകളിൽ ദുഃഖിച്ചത്, 2024 ദുഃഖിച്ചത്, 2024 ഒക്ടോബറിൽ കണ്ണീരൊഴുക്കിയെങ്കിൽ 2025 ഒക്ടോബർ നീ കരയേണ്ടി വരത്തില്ല. നീ സന്തോഷിക്കേണ്ട കാലം വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിശ്വാസത്തിന് വിളിച്ചു പറയണം, ദൈവം ചില നിക്ഷേപം നിന്റെ മേൽ അയച്ചിട്ടുണ്ടെങ്കിൽ ആ നിക്ഷേപത്താൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. ഇന്ന് പകൽ എത്ര പേര് ആത്മാവിനകത്ത് വിശ്വസിക്കാനാണ്? ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിയണം, ഈ നിക്ഷേപത്തെ കേടുത്തുന്ന ഒന്നും നിങ്ങളുടെ മേൽ വരണ്ടെന്നേ. ഹല്ലേലൂയ. സമ്പത്തിന് വേണ്ടി നിൽക്കല്ലേ, സമ്പത്തിന് വേണ്ടി നിൽക്കല്ലേ. സമ്പത്തൊക്കെ ദൈവം ദാനം തന്നോളൂ. ഹല്ലേലൂയ. ഒരു വക്രതയും നിങ്ങൾ കാണിക്കാൻ പോകരുത്, ഒരു കള്ളപ്രവചനവും നടത്താൻ പോകരുത്. ആത്മാവ് സംസാരിച്ചത് മാത്രം സംസാരിച്ച് ആത്മാവിനെ ദുഃഖിപ്പിക്കാൻ നിന്നാൽ ഇന്ന് പകലിൽ പറഞ്ഞു, ആത്മാവ് നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത് അതിന്റെ നന്മയെ ദൈവം തമ്പുരാൻ കൊണ്ടുതരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്ത് നിൽക്കേണ്ടത് നീതിയോടെ നിന്നോണം, ആരാധിക്കേണ്ടവൻ ആരാധനയോടെ നിന്നോണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയണം, കൈകെട്ടി നിൽക്കുന്ന സ്ഥലമല്ല, മൊബൈൽ കളിക്കേണ്ട സ്ഥലമല്ല. ആത്മാവിൽ ആരാധിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ അത്ഭുതകര ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യൂ. അതുകൊണ്ട് പറയുന്നു, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭു പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ, അനേകരെ ക്രിസ്തുവിലേക്ക് തിരിക്കുന്നവർ, അവരെക്കുറിച്ച് പറയുന്നു, അവർ നക്ഷത്രങ്ങളെ പോലെ എന്നേക്കും പ്രകാശിപ്പിക്കും. പലരെ നീതിയിലേക്ക്, ക്രിസ്തുവിൻ്റെ നീതിയിലേക്ക്, പലരെ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിന്നെ നക്ഷത്രങ്ങളെ പോലെ ശോഭിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നവരെല്ലാം കണ്ണുകളെ അടച്ച് ഫാദറെ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഇന്ന് പകലിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അറിയണം, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ ഹല്ലേലൂയ
ആമേൻ. ഞാൻ ഇവിടെ ബൈബിൾ പറയുന്നു, ആത്മാവിൻ്റെ ജ്ഞാനം ലഭിച്ചവനെക്കുറിച്ച് ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറി നിക്ഷേപമുണ്ട്, അത് തൈലവുമുണ്ട്, മൂഢനോ അവയെ ദുർവ്യായം ചെയ്യുന്നു. ആമേൻ. ലഭിക്കപ്പെട്ട അഭിഷേകത്തെ തിരിച്ചറിയാതെ, ലഭിക്കപ്പെട്ട അനുഗ്രഹത്തെ തിരിച്ചറിയാതെ, ലഭിക്കപ്പെട്ട നന്മയെ തിരിച്ചറിയാതെ ദൈവസന്നിധിയിൽ നിൽക്കുന്നുവരികിൽ വെറും വിശ്വാസിയെപ്പോലെ നടന്നു പോകുന്നെങ്കിൽ നീ ഒരു അനുഗ്രഹത്തിൽ വരത്തില്ല. എന്നാൽ ഹല്ലേലൂയ, നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ നീ തിരിച്ചറിഞ്ഞ് ഇന്ന് പകലിൽ ഒരുക്കത്തോടെ നിൽക്കാമെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ഹല്ലേലൂയ ഉയരത്തിലെ ശക്തിയാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തിയാക്കി മാറ്റി. ഹല്ലേലൂയ, അതുകൊണ്ട് പറയുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എന്നേക്ക് നിന്നെ പ്രകാശിപ്പിക്കുന്നവരാണ്. നിന്റെ തേജസ്സിൽ ദൈവം നിന്നെ നിർത്തും. എത്ര പേർ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, ആത്മാവിൻ്റെ നിറവിനകത്ത് നിന്ന് ആരാധിക്കുന്നവർക്കായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറഞ്ഞ ബൈബിൾ പറയുന്ന പോലെ ആമേ സഭായോഗം ഉപേക്ഷയായി വിചാരിക്കാത്തവർ, ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്നവർ ഇന്ന് പകൽ പറഞ്ഞു, ഈ കഷ്ടതയ്ക്കപ്പുറം ദൈവം ഒരു വാതിൽ തുറക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് കാണുന്ന കണ്ണുനീരിനപ്പുറം ദൈവം നിന്നെ ഒരു അഭിഷേകത്തെ നിർത്തും. നിന്റെ ഭവനത്തെ ദൈവം തമ്മിൽ മാനിക്കും. എല്ലാറ്റിനുമായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അത് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ വേലയ്ക്കായി വിതയ്ക്കാൻ